എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസ് GDS നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ അപേക്ഷാ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിലവിലെ പോസ്റ്റ് ഓഫീസിലേക്ക് ഗ്രാമീൺ ദക് സേവക് GDS നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടുവരിക. ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് കണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ എലിജിബിൾ ആണോ കാര്യങ്ങളൊക്കെ അറിയണം. മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും പിൻ ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് GDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ GDS നോട്ടിഫിക്കേഷൻ അപേക്ഷ അയച്ചവർക്കറിയാം, ഇത് പുതിയ വെബ്സൈറ്റാണ്. മുൻപ് നിങ്ങൾ വൺ ടൈം ക്രിയേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വെബ്സൈറ്റിലല്ല ഇനി ചെയ്യേണ്ടത്, പുതിയ വെബ്സൈറ്റാണ്. അതുകൊണ്ട് എല്ലാവരും OTR വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ യൂസർ രജിസ്ട്രേഷൻ ഡേറ്റ് 31 ജനുവരി മുതൽ 14 ഫെബ്രുവരി വരെ OTR ചെയ്യാൻ പറ്റും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, ഈ മാസം 16-ാം തീയതി വരെയാണ്. OTR ചെയ്യാനുള്ള ഡേറ്റ് 14-ാം തീയതിയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ 16-ാം തീയതി വരെ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ 18-ാം തീയതിയും 19-ാം തീയതിയും അത് ആക്റ്റീവ് ആവും. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വഴിയെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ, ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ടാവും. ഇവിടെ GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം. അതുകൊണ്ട് ന്യൂ കാൻഡിഡേറ്റ് ആണ്, നമ്മൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് കോൺടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറും ഇമെയിൽ ID, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ IDയും എൻ്റർ ചെയ്ത് കൊടുക്കണം. ആദ്യം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP, അത് ഇമെയിൽ അഡ്രസ്സ് അടിക്കുക, എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. അതിലേക്കും ഒരു OTP പോയിട്ടുണ്ടാവും, അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ആപ്ലിക്കൻസ് നെയിമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പേര്, നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ. പിന്നെ ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേര്, എല്ലാം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം, സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അച്ഛൻ്റെ പേര് കഴിഞ്ഞാൽ അമ്മയുടെ പേരും അടിക്കുക. അതിനുശേഷം കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ജനറൽ ആണെങ്കിൽ UR കൊടുക്കുക, OBC SC ST EWS ഏതാണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും യൂസർ ID, അതായത് രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ കൂടെ ഒരു പാസ്വേഡും വന്നിട്ടുണ്ടാവും. അത് വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഭാവിയിൽ നമുക്ക് ആവശ്യം വരും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കുക, പ്രൊസീഡ് ടു ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ SMS ആയിട്ട് വന്ന ആ ഒരു യൂസർ ID രജിസ്ട്രേഷൻ നമ്പറോട് എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൽ വന്ന പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ കൊടുക്കുക. ഓക്കെ, യൂസർ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തപ്പോൾ ഒരു OTP പോയിട്ടുണ്ട്. ആ ഒരു OTP 6 ഡിജിറ്റ് OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുക. ഓക്കെ, നമ്മുടെ GDS പോർട്ടൽ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാമീൺ ദക് സേവക് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026. ഇതിൻ്റെ അപേക്ഷ എൻഡ് ആവുന്ന ഡേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 12 ദിവസം ലെഫ്റ്റ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ 12 ദിവസം, ഏകദേശം 2 ആഴ്ച മാത്രമാണ് ടൈം കിട്ടുന്നത്. 16 ഫെബ്രുവരി 2026, 16-ാം തീയതി, ഫെബ്രുവരി 16-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കുക, അധികം സമയം കിട്ടുന്നില്ല. ആപ്ലിക്കേഷൻ വെറും 2 ആഴ്ച മാത്രമാണ് നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് അപേക്ഷ അയക്കുക. 2 ബട്ടൺ കാണാം, ഇവിടെ ഒരു അപ്ലൈ ഓൺലൈൻ ബട്ടൺ കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ അപ്ലൈ എന്നൊരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വ്യൂ നോട്ടിഫിക്കേഷൻ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പറ്റും. അതൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ സെലക്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ബട്ടൺ കാണാം, അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് GDS ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്.
പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. താഴേക്ക് അതർ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നിങ്ങൾ ആദ്യം ഇവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതർ ഡീറ്റെയിൽ. ഓക്കെ, ഇവിടെ സെലക്ട് യുവർ മെറിറ്റൽ സ്റ്റാറ്റസ്. മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗിൾ. മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക. പിന്നെ PWBD ആണോ ചോദിക്കുന്നുണ്ട്. അംഗവൈകല്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം. എസ് കൊടുത്തിട്ട് കാറ്റഗറി എ ആണോ ബി ആണോ സി ആണോ എന്നൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ് കാറ്റഗറിയും കൊടുക്കണം. PWBD അല്ലെങ്കിൽ സിമ്പിളായിട്ട് നോ കൊടുക്കാം. എന്നിട്ട് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. എന്നിട്ട് NOC ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോലിയൊന്നുമില്ല, ഓക്കെ ആണെങ്കിൽ നോ കൊടുക്കാം. പിന്നെ അഡ്രസ്സാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. പ്രസൻറ്റ് അഡ്രസ്സിൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി താമസിക്കുന്ന അഡ്രസ്സ്, വീട്ടും പേരും സ്ഥലവും കൊടുക്കുക. എന്നിട്ട് 6 ഡിജിറ്റ് പിൻകോഡ് കൊടുക്കുക. ഇതേ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും എങ്കിൽ ഇവിടെ സെയിം ആസ് പ്രസൻറ്റ് എന്ന് കാണാം. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈഡിലേക്കും ഈ ഒരു അഡ്രസ്സ് ലെഫ്റ്റ് സൈഡത്തെ അഡ്രസ്സ് റൈറ്റിലേക്കും മാച്ചിങ് ആവുന്നത് കാണാം. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് വിൻഡോ ഉണ്ട്, എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഒരു എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് പിൻകോഡ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിറ്റിയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. പിൻകോഡ് മാത്രം എൻ്റർ ചെയ്താൽ മതിയാവും. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ലോഡിംഗ് ആയി. ഓക്കെ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് സെലക്ട് സർക്കിൾ. നമ്മൾ കേരളയാണ്, കേരള സർക്കിൾ സെലക്ട് ചെയ്തു. ഇയർ ഓഫ് പാസിങ്, 10ാം ക്ലാസ് പാസ്സായ വർഷം ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ സെലക്ട് ദ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരുപാട് കാണാം. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 1982 തൊട്ട് 2025 വരെ, പിന്നെ 82 തൊട്ട് 2025 വരെ. CBSE തന്നെ 6 സബ്ജക്റ്റ് വരുന്നുണ്ട്. NIOS വരുന്നുണ്ട്. പിന്നെ AHLC, THSLC, പിന്നെ കേരള SLC ഫ്രം 2013 മുതൽ 2025. അതിലാണ് ഞാൻ വരിക. 2013 മുതൽ 2025 വരെയുള്ള സ്റ്റേറ്റ് ബോർഡ് കേരള SSLC ഫ്രം ഞാനതാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് കൊടുക്കുക. CBSE ആണെങ്കിൽ വർഷവും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കേരള SSLC 2013 ടു 2025 ആയതുകൊണ്ട് ഞാനത് കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ലോഡിംഗ് ആണ്. അത് ഓക്കെ. ഇനി SSC മെമ്മോ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചൂസബിൾ ആണ്. അതായത് മെമ്മോ നമ്പർ മീൻസ് SSC സർട്ടിഫിക്കറ്റ് നമ്പർ. നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പറോ അതോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ ഹോൾ ടിക്കറ്റ് നമ്പറോ ഏത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ നിങ്ങളത് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ റിസൾട്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഗ്രേഡ് ബേസ്ഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ കിട്ടിയ ഗ്രേഡ്, 10ാം ക്ലാസ്സിൽ കിട്ടിയ ഗ്രേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂസ് സബ്ജക്റ്റ്, സെക്കൻഡിൽ ചൂസ് സബ്ജക്റ്റ്, ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്രേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മാത്സ്, IT, കെമിസ്ട്രി, പിന്നെ ഇവിടെ ചൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് സബ്ജക്റ്റ് പേപ്പർ 2 ഏതാണോ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക. പിന്നെ 7ാമത് കിടക്കുന്നുണ്ട് GK ഹിന്ദി. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗ്രേഡ് ഇവിടെ റൈറ്റ് സൈഡിൽ ഗ്രേഡുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുക്കാം. ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഓപ്ഷനാണ് ഇനി വരുന്നത്. ഇവിടെ നമ്മൾ മോൾ ഭാഗത്ത് കാണാം, ഓരോന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ പോസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾ സെലക്ട് സർക്കിൾ കൊടുക്കുക. കേരള സർക്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിവിഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ഇവിടെ. കാരണം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോബ് കിട്ടണമെങ്കിൽ നിങ്ങളിവിടെ ഡിവിഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരുപാട് ഡിവിഷൻസ് കാണാം. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഡിവിഷൻ ഏതാണോ, ഇപ്പം എൻ്റെ വീട് പാലക്കാട് നിയർ പട്ടാമ്പി അടുത്താണ്. അപ്പോൾ എനിക്കിവിടെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഒറ്റപ്പാലം നിയറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പാലം ആണെങ്കിൽ എനിക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ എനിക്കിവിടെ തൃശ്ശൂർ ഡിവിഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഡിവിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒറ്റപ്പാലം കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഒറ്റപ്പാലത്ത് വരുന്ന ഓരോ പോസ്റ്റ് ഓഫീസുകളാണ് ഈ കാണുന്നത്. അഗളി, അലനല്ലൂർ, അലങ്ങാട്, ആമയൂർ, അമ്പലവട്ടം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ആൽഫബറ്റിക് ഓർഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം പേജ് നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് ഓരോ പേജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസ് ആൽഫബറ്റിക് ഓർഡർ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന പോസ്റ്റ് ഓഫീസുകൾ ഏതാണോ അതിവിടെ സെലക്ട് എന്നൊരു ബട്ടൺ കാണാം. സെലക്ട് കൊടുത്തിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ
അതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി സെക്കൻഡ് വരുന്ന പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് 2 കൊടുക്കുക. പിന്നെ 3, 4, 5 അങ്ങനെ ഓർഡറായിട്ട് കൊടുക്കാം. കുറച്ചധികം പോസ്റ്റ് ഓഫീസുകൾ കൊടുത്തോളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഡൗൺലോഡ് പോസ്റ്റുകൾ കാണാം. ഇപ്പോൾ ഒറ്റപ്പാലം ഡിവിഷനിൽ 92 പോസ്റ്റ് ഓഫീസുകളുണ്ട്. അപ്പോൾ ഡൗൺലോഡ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോസ്റ്റ് ഓഫീസും ഇവിടെ ഡൗൺലോഡ് കാണാം. ഓരോ പോസ്റ്റ് ഓഫീസ് നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടോട്ടൽ 7 പോസ്റ്റ് ഓഫീസിലേക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിഫറൻസ് സമ്മറിയുടെ അവിടെ കാണാം. ഫസ്റ്റ് ഞാൻ കവളപ്പാറ, സെക്കൻഡ് കീഴായൂർ, പിന്നെ തേർഡ് പനമണ്ണ, മനിശ്ശേരി, പാലപ്പുറം, ലക്കിടി, കൈലാട്. ഈ ഒരു ഓർഡറിലാണ് ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ 30 KB മുതൽ 100 KB വരെയുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 320 × 400 പിക്സൽ ഡയമെൻഷനും 4:5 വിഡ്ത്ത് ഹൈറ്റ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോട്ടോ പ്ലെയിൻ വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ JPG ഫോർമാറ്റ്, ഫോട്ടോയും JPG തന്നെയാണ് വേണ്ടത്. സിഗ്നേച്ചർ 20 KB മുതൽ 100 KB വരെയുള്ള സിഗ്നേച്ചറാണ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 300 × 120 പിക്സൽ ഡയമെൻഷൻ, 5:2 വിഡ്ത്ത് ഹൈറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ പേന കൊണ്ടാണ് നിങ്ങൾ സിഗ്നേച്ചർ സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയും സിഗ്നേച്ചറും സൈസ് കുറയ്ക്കാനുള്ളൊരു വെബ്സൈറ്റ് ഗൂഗിളിൽ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സിഗ്നേച്ചറിൻ്റെ കേസ് എടുക്കാം. 20 to 100 KB വരെയുള്ള സിഗ്നേച്ചർ 300 × 120 പിക്സലിലേക്ക് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും അത് ഞാൻ കാണിച്ചു തരാം. ഗൂഗിളിൽ കയറിയിട്ട് iamresizer.com എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് ഇതിൽ കയറുക. എന്നിട്ട് സെലക്ട് ഇമേജ് കൊടുക്കുക. ഇവിടെ സെലക്ട് ഇമേജ് കാണാം, അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സിഗ്നേച്ചർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വിഡ്ത്തിൻ്റെ അവിടെ നിങ്ങൾ 300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൈറ്റിൻ്റെ അവിടെ 120. അപ്പോൾ വിഡ്ത്ത് 300, ഡയമെൻഷൻ 300, 120 ആണ്. അപ്പോൾ 300, 120 ഇതേപോലെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അടിയിൽ JPGയിലേക്ക് കൺവേർട്ട് ചെയ്യുക, JPG. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്യുക. ലോഡിംഗ് ആണ്. എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ 4 KB ഇവിടെ കാണാം. ഫയൽ ഡൗൺലോഡ് 4 KB, 4.39 KB ആണ്. അപ്പോൾ നമുക്ക് ഇത് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 20 KB മുതൽ 100 KB വരെയുള്ള സിഗ്നേച്ചർ മാത്രമാണ് അവിടെ അലൗഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിത് 20 KBയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഗൂഗിളിൽ കയറുക. എന്നിട്ട് PI7 ഇമേജ് ടൂൾ ഇത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഇൻക്രീസ് ചെയ്യണം. നമുക്ക് ഇമേജ് സൈസ് ഇൻക്രീസ് ചെയ്യണം, KBയിലേക്ക് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ഇമേജ് സൈസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആ സിഗ്നേച്ചർ ഇവിടെ സെലക്ട് ഇമേജ് കൊടുത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിക്രീസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഒരു ഡിക്രീസ് എന്നൊരു ഓപ്ഷൻ കണ്ടു, അതാണ് കൊടുക്കേണ്ടത്. എൻ്റെ ഫയൽ സൈസ് 20 KBക്ക് താഴെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻക്രീസ് കൊടുത്തു. ഇവിടെ നമുക്ക് ഒരു 50 കൊടുക്കാം, 50 KB. എന്നിട്ട് ഇൻക്രീസ് സൈസ് എന്നൊരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശേഷം GDSൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ വീണ്ടും പോവുക. എന്നിട്ട് ഫോട്ടോ ഇതുപോലെ തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ സിഗ്നേച്ചറാണ് ചെയ്തത്. അപ്പോൾ ചൂസ് ഫയൽ, നോ ഫയൽ ചൂസ് ആണ്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. മനസ്സിലായി. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോയും ചെയ്യണം. ഫോട്ടോ ഞാൻ പറഞ്ഞ പോലെ 30 KB to 100 KB, 320 × 400 പിക്സൽ. അപ്പോൾ ആദ്യം നമുക്ക് പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ iamresizer എന്നൊരു ആപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറണം. എന്നിട്ട് നേരത്തെ അതേ ചെയ്ത പോലെ തന്നെ സെലക്ട് ഇമേജ് കൊടുക്കുക, ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. വിഡ്ത്തിൻ്റെ അവിടെ നിങ്ങൾ 320ഉം ഹൈറ്റ് 400ഉം കൊടുക്കുക. എന്നിട്ട് JPGയിലേക്ക് മാറ്റുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഇവിടെ ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് 21 KB ആണ് നിലവിലുള്ളത്. നമുക്ക് ഫോട്ടോ എത്ര KB ആണ് വേണ്ടത്, 30 മുതൽ 100 KB ആണ് വേണ്ടത്. അപ്പോൾ 30 KBയിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യണം. ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ഇമേജ് സൈസ് കൊടുക്കുക. സെലക്ട് ഇമേജ് കൊടുത്ത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ആയി. നമുക്കിവിടെ ഒരു 50 KB കൊടുക്കാം. എന്നിട്ട് ഇൻക്രീസ് സൈസ് കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ GDSൻ്റെ വെബ്സൈറ്റിൽ കയറുക, ചൂസ് ഫയൽ കൊടുക്കുക. ആ ഒരു ഫോട്ടോ അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇവിടെ താഴെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് എഡിറ്റ് ചെയ്യാം. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഇവിടെ കാണുന്നുണ്ട് ഡു യു വാണ്ട് ടു സബ്മിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, സബ്മിറ്റ് കൊടുക്കുക. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രം സബ്മിറ്റ് കൊടുക്കുക. നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ പിന്നെ 18-ാം തീയതിയാണ് ആക്റ്റീവ് ആവുക. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള വിൻഡോ വരും. ആൺകുട്ടികളിൽ ജനറൽ OBC കാരൊക്കെ ആണെങ്കിൽ 100 രൂപ ഫീസ് അടയ്ക്കണം. ഇനി പെൺകുട്ടികളാണെങ്കിൽ ആർക്കും ഫീസ് വരുന്നില്ല. അതുപോലെ ആൺകുട്ടികളിലെ SC ST കാർക്കൊന്നും ഫീസ് വരുന്നില്ല. ഈ ഒരു കാൻഡിഡേറ്റ് പെൺകുട്ടി ആയതുകൊണ്ട് ആൾക്ക് ഫീസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഡയറക്റ്റ് ആ പേജിലേക്ക് പോകും. നിങ്ങൾ കാറ്റഗറിയൊക്കെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഡയറക്റ്റ് ആ പേജിലേക്ക് പോകും. ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഫീസ് വരാത്തതുകൊണ്ട് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. GDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, പുതിയ വെബ്സൈറ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.